അവനവന്റെ ധർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിത വിജയമുണ്ടാവുക എന്നുള്ള കാര്യം അറിയാമോ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. സെൽഫ് ധർമ്മ ഓർ സ്വധർമ്മ ആൻഡ് സക്സസ്ഫുൾ ലൈഫ്. ട്രൂ സക്സസ് ഫ്ലോസ് ഫ്രം ലിവിംഗ് യുവർ ഇന്നർ കോളിംഗ്. സ്വധർമ്മവും ജീവിത വിജയവും അല്ലെങ്കിൽ വിജയ ജീവിതവും. സ്വന്തം ധിഷണയും വാസനകളും ശേഷികളും പിന്തുടരുന്നവരാണ് യഥാർത്ഥ വിജയ ജീവിതം സൃഷ്ടിക്കുന്നത്. അവർ സ്വന്തം ലോകം നിർമ്മിക്കുകയും ജീവിതത്തെ അർത്ഥപൂർണവും സുന്ദരവുമാക്കുകയും ചെയ്യുന്നു. അവരുടെ സൃഷ്ടികൾ മറ്റുള്ളവരെയും സ്വാധീനിച്ച് സമൂഹത്തിൽ പുതിയ സാധ്യതകൾ തുറക്കുന്നു. എന്നാൽ ഈ ശക്തി ഉത്തരവാദിത്വത്തോടുകൂടി ഉപയോഗിക്കേണ്ടതാണ്. സ്വധർമ്മം ജീവിക്കുമ്പോഴാണ് വ്യക്തിയും സമൂഹവും ഒരുപോലെ വളരുന്നത്. ഇതാണ് ഇന്നത്തെ വിഷയം, സ്വധർമ്മം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ സ്വധർമ്മം, ഈ ജീവിതത്തിന്റെ ഉദ്ദേശ്യം അന്വേഷിക്കുന്ന മിക്കവരും എത്തിപ്പറ്റുന്ന ഒരു പദമാണ് ഈ സ്വധർമ്മം എന്ന് പറയുന്നത്. ഈ സ്വധർമ്മത്തില് എത്തുക എന്ന് പറയുന്നത് തനിക്ക് അങ്ങനെ ഒരു ധർമ്മമുണ്ട് എന്ന് തിരിച്ചറിയുന്നവരാണല്ലോ. ഇങ്ങനൊന്ന് കേട്ടുകേൾവിയില്ലാത്തവരുണ്ട്. സായിപ്പ് പഠിപ്പിച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്ന പോലെ ജീവിക്കുന്നു. അപ്പോൾ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവർക്ക് ഉണ്ടാവില്ല. അവരുടെ ഡിസിഷൻസ് എല്ലാം തന്നെ അവരുടെ ന്യൂക്ലിയസിന് വെളിയിൽ, അവരുടെ ശരീരത്തിന്റെ ന്യൂക്ലിയസിന് വെളിയിലാണ് പ്രവർത്തിക്കുക. അവരെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ്സ് ആയിട്ടായിരിക്കും. മറ്റൊരു സംവിധാനത്തിന്റെ അംഗങ്ങളായിട്ടോ മറ്റൊരു സംവിധാനത്തിന്റെ റിമോട്ട് ആക്സസ് ഉള്ള ഒരു സംവിധാനമായിട്ടായിരിക്കും പ്രവർത്തിക്കുക. സ്വധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവർ അവനവന്റെ അകത്തുള്ള ന്യൂക്ലിയസിലുള്ള ധർമ്മത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. അപ്പോ ഈ സ്വധർമ്മം എന്ന് പറയുന്ന ആ ഒന്ന് എന്താണ്? അതായത് ഓരോ മനുഷ്യരും കാണുന്ന ഒരു ആന്തരികമായിട്ടുള്ള വിളിയുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത് ഇന്നർ കാളിംഗ് എന്ന് പറയുന്നത്. ഇന്നർ കാളിംഗ്, ആ ഉള്ളിൽ നിന്നുള്ള വിളി. നമുക്കൊരു വിളി കേട്ടു എന്ന് പറയില്ലേ, ആ വിളി എന്നുള്ളത് ഓരോ മനുഷ്യരിലും ആ ഒരു ആന്തരികമായിട്ടുള്ള വിളിയുണ്ട്. അത് പലർക്കും അത് മനസ്സിലാവുന്നത് ആരെങ്കിലും പഠിപ്പിച്ച സമയത്തിനനുസരിച്ച് വിശക്കുമ്പോഴും പിന്നെ ഒരു നിവൃത്തിയില്ലാതെ ടോയ്ലറ്റിൽ പോകുമ്പോഴും അങ്ങനെയുള്ള അടിസ്ഥാന വികാരങ്ങളുടെ കാര്യത്തിൽ ചില സമയത്ത് അവർക്ക് ആ വിളി തോന്നും. വേറെ കാര്യങ്ങൾക്കൊന്നും വിളി തോന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും ഈ വിളി ഉണ്ട് എന്നുള്ളതാണ് അതിലെ രസകരമായിട്ടുള്ള കാര്യം. പക്ഷെ അത് പലർക്കും മനസ്സിലാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക്, ആ വിളി തിരിച്ചറിയുന്ന ആളുകൾക്ക്, ചിലർക്ക് മാത്രമേ അത് തിരിച്ചറിയുള്ളൂ. ആ വിളി തിരിച്ചറിയുന്നവർക്ക് സ്വന്തം ശബ്ദം സമൂഹത്തിന്റെ ശബ്ദത്തിനേക്കാളും ഉയർന്നു കേൾക്കും. സമൂഹത്തിൽ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ സ്വന്തം ശബ്ദം ഉയർന്നു കേൾക്കും. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ എന്ത് പറഞ്ഞാലും കേറില്ല, ആരെന്ത് പറഞ്ഞാലും കേറില്ല, അവർക്ക് തോന്നുന്നതേ ചെയ്യൂ എന്നുള്ളത്. അവരെ നല്ലപോലെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അവർക്ക് തോന്നുന്നത് ചെയ്യുന്ന വെച്ചാൽ അവര് മറ്റുള്ളവരിൽ നിന്നും കണ്ടു പഠിച്ചത്, അവർക്ക് തോന്നിയത് അവർ ചെയ്യുന്നു. മറ്റുള്ളവരിൽ നിന്നും ശീലിച്ചതാണ് അവര് മറ്റേ സ്വന്തം ആയിട്ട് കണക്കാക്കുന്നത്. അത് ഞാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല. സ്വന്തം നാദം എന്ന് പറയുന്നത് നമ്മുടെ ആ ഡിറക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഡിറക്ഷൻ സെറ്റ് ചെയ്യുന്നത്, അതിന്റെ എന്തോ അത് സെറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത്. അപ്പോ ഈ ധിഷണ എന്ന് പറയുന്ന ഒരവസ്ഥ, ഉൾവിളി എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, സ്വന്തം ധിഷണ എന്ന് പറയുന്നത്, അത് ജീവിതത്തിന്റെ യഥാർത്ഥ ദിശാസൂചികയാണ്. ഇങ്ങനെ കോമ്പസ് പോലെ നിൽക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ട് അത് ഇന്ന ദിശയിലേക്ക് പോകണമെന്ന് പറയുന്ന ഒന്നാണ്. സ്വന്തം ധിഷണയെ പിന്തുടർന്നാൽ സ്വധർമ്മം കൃത്യമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അത് ഉൾവിളി, ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, അത് പിന്തുടർന്നാൽ മതി. നമുക്ക് കൃത്യമായിട്ട് അതിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ഈ ഒളിമ്പസിൽ പഠിപ്പിക്കുന്ന ദിശയാണ് ഈ ജീവിതധർമ്മത്തിന്റെ ആദ്യ പ്രകാശനം എന്നുള്ളതാണ്. അപ്പോ ഈ ധിഷണ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? വാസനകളുടെ രൂപത്തിലാണ്, അല്ലെ? വാസനയിൽ നിന്നാണ് ഈ ധിഷണ ഉണരുന്നത്, ഇൻറ്റ്യൂഷൻ എന്നുള്ള സംഭവം ഉണരുന്നത്. ഈ പറഞ്ഞ ആളുകള് സ്വന്തം വാസനകളെയാണ് അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുക. വാസന എന്ന് പറഞ്ഞാൽ അറിയാലോ, സഹജമായിട്ടുള്ള പ്രവണതയാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആക്കം നമ്മളിൽ ഉണ്ടാവുന്നു, സഹജമായിട്ട് നമുക്ക് തോന്നലുണ്ടാവുന്നു. അപ്പോ അയാൾക്ക് ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത്, ഇപ്പോ സഹജവാസനകളുള്ള ഒരാൾക്ക് ഈ വാസനയാൽ അയാൾക്ക് ഒരു ഇഷ്ടം, ഒരു പ്രകടനം, ഇഷ്ടത്തോടുള്ള ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അത് അയാളുടെ ധർമ്മത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ളതാണ് കാര്യം.
അതെന്ത് തന്നെ ആയിക്കോട്ടെ, നല്ലതോ ചീത്തയോ എന്ന് സമൂഹം അനുമാനിക്കുന്നത് എന്തോ ആയിക്കോട്ടെ, അയാളുടെ ഇഷ്ടം എന്നുള്ളത് അകത്തുനിന്നും വരുന്നതാണോ പുറത്തുനിന്നും വരുന്നതാണോ? അത് അയാളുടെ ഇപ്പോ കൺസ്യൂമറിസത്തിനകത്ത് ജീവിക്കുന്ന ഒരാളുടെ അയാളുടെ ഇഷ്ടം എവിടെന്നാ വരുന്നത്? കൺസ്യൂമറിക് സൊസൈറ്റി അവരുടെ എന്താ പറയാ ഗൈഡഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ, ബ്രാൻഡിങ് ഒക്കെ ചേർന്ന് അവരുടെ ഉള്ളിലേക്ക് എത്തിച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് അവരെ നിയന്ത്രിക്കുന്നത്. അതിന് പകരം സ്വന്തം ഇഷ്ടത്തെ തിരിച്ചറിയുന്നു, സ്വന്തം വാസനകളെ തിരിച്ചറിയുന്നുവെങ്കിൽ, സ്വന്തം വാസനകളെ തിരിച്ചറിയുന്ന പ്രവൃത്തിയിൽ അവരുടെ പ്രവൃത്തിയിലും സന്തോഷം കണ്ടെത്തും. നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവര് സ്വന്തം പ്രവണതയിൽ നിന്നാണ് ചെയ്യുന്നതിൽ അവർ ആ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഹാപ്പി ആയിരിക്കും. സത്യത്തിൽ ഈ വാസനയും പ്രവൃത്തിയും, നമ്മുടെ ഉള്ളിലെ വാസന, നമ്മുടെ ഉള്ളിലെ പ്രവൃത്തി, ഈ രണ്ട് കാര്യങ്ങൾ ഒന്നാകുന്ന സമയത്ത് അധ്വാനം എന്ന് പറയുന്നത് ആനന്ദമായി തീരും. നമ്മുടെ ഉള്ളിലെ വാസന, നമ്മുടെ ഉള്ളിലെ പ്രവൃത്തി, നമ്മുടെ ഉള്ളിലെ വാസന, നമ്മുടെ പുറത്തെ പ്രവൃത്തി, ഇത് രണ്ടും ഒന്നാവുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഇതിനായിട്ട് പ്രകൃതി താല്പര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. നമ്മുടെ ഉള്ളിൽ ചില പ്രത്യേക ഇൻട്രസ്റ്റ്, ചില ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ടല്ലോ. അതൊന്നും വെറുതെ അല്ല, കൃത്യമായിട്ട് നമ്മളെ എവിടെ കൊണ്ടുപോകണം എന്ന് പറയാനുള്ള ഒരു കോമ്പസ് ആണ്. ഈ ടൈപ്പ് ആളുകൾ, അതായത് സ്വന്തം താല്പര്യങ്ങളെ തിരിച്ചറിയുന്ന ആളുകളുണ്ടല്ലോ, സ്വന്തം ഇഷ്ടങ്ങളെ തിരിച്ചറിയുന്ന ആളുകൾ, അവരുടെ ശേഷികളെ വികസിപ്പിക്കും. സ്വന്തം താല്പര്യത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ ശേഷി വികസിക്കപ്പെടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. വെളിയിലുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് സ്വന്തം താല്പര്യങ്ങളെ ആൾട്ടർ ചെയ്തിട്ടുള്ളവർക്ക് എത്ര ശേഷി ഉണ്ടെങ്കിലും ഈ സാധനം പ്രയോജനപ്പെടില്ല. ശേഷി ഉണ്ടാവും, നല്ലപോലെ ശേഷി ഉണ്ടാവും, പക്ഷെ അത് പ്രയോജനപ്പെടില്ല. കാരണം അവര് കൺട്രോൾ ചെയ്യപ്പെടുന്നത് എക്സ്റ്റേണൽ സൊസൈറ്റിയുടെ ഗൈഡ് ലൈൻസിനനുസരിച്ചാണ്. ഇനി അതല്ല, ഇന്റേണൽ ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻ പ്രകാരമാണ് ഇവർ ഡെവലപ്പ് ചെയ്ത് വരുന്നതെങ്കിൽ അവർ സ്വന്തം ശേഷികളെ വികസിപ്പിക്കും. കാരണം ഓരോ മനുഷ്യർക്കും ജനന സമയത്ത് തന്നെ അവരുടെ ധർമ്മം നിർവഹിക്കാൻ പാകത്തുള്ള ശേഷികൾ കൊണ്ടാണ് വരുന്നത്. ഈ വിജയിക്കുന്ന ആളുകൾ ആരാണ്? വിജയിക്കുന്ന ആളുകൾ അകത്തെ ധർമ്മവും പുറത്തെ പ്രവർത്തനവും ഒന്നാകുന്നവര്. അവര് ഈ സ്വന്തം കഴിവുകളെ തിരിച്ചറിയും, അതിനെ അവർ ഡെവലപ്പ് ചെയ്യും. ശേഷി ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും, ഇല്ലേ? നമുക്ക് നല്ല ശേഷി ഉണ്ടെങ്കിലാണ് നമുക്ക് കോൺഫിഡൻസ് ആണ്. ശേഷി കുറവാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കും. ശേഷി ഉണ്ടെങ്കിൽ പോലും ആ വിചാരമുണ്ടെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ആത്മവിശ്വാസം ഉണ്ടാകാതെ പോകുന്നതിന്റെ കാരണം വെച്ചാൽ ശേഷി ഇല്ലായികയല്ല കേട്ടോ, ശേഷി ഉണ്ടെന്ന് അറിയായികയാണ്. ശേഷി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ആ ശേഷി ഉപയോഗിക്കും. ശേഷി ഉപയോഗിക്കുമ്പോൾ അത് വികസിക്കും. വികസിക്കപ്പെടാതെ ആ ശേഷി അവിടെ ഉണ്ടെന്നിരിക്കട്ടെ, സത്യത്തിൽ അത് പ്രകൃതിയുടെ നഷ്ടമാണ്. ഇപ്പൊ നമ്മളെ മൊബൈൽ ഫോണിൽ ഇഷ്ടംപോലെ ഫെസിലിറ്റീസ് ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 25,000 30,000 ഒക്കെ കൊടുത്തിട്ട് സാധാരണ ഫോണുകൾ വാങ്ങിക്കും. സാധാരണ ഫോണിന്റെ കാര്യമാണ് പറഞ്ഞത്. സാധാരണ ഫോണുകൾ വാങ്ങിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിന് എത്ര ഭാഗമാണ് ഉപയോഗിക്കുക? കോൾ ചെയ്യാൻ ഉപയോഗിക്കും, വാട്സപ്പ് ഉപയോഗിക്കും, ഒരു യൂട്യൂബ് കാണാൻ ഉപയോഗിക്കും, ബാക്കി ഒന്നും ഉപയോഗിക്കില്ല. അത്രയും ഭാഗം ആ റിസോഴ്സ് മുഴുവൻ വെറുതെ പോവുകയാണ്. ഇത് മുഴുവൻ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യർക്ക് അല്ലെങ്കിൽ ജീവികൾക്ക് നൽകിയിട്ടുള്ള ശേഷി എന്ന് പറയുന്നത് ധർമ്മം നിർവഹിക്കാനാണ്. ആ ധർമ്മം നിർവഹിക്കാനുള്ള ശേഷി ഉപയോഗിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടും അത് വികസിക്കപ്പെടാത്തത് കൊണ്ടുമാണ്. സ്വധർമ്മം എന്നുള്ളത് ശേഷികളെ പൂർത്തീകരിക്കാനുള്ള അവസരമാണ്. നമുക്ക് ആന്തരികമായിട്ടുള്ള ശേഷികൾ ഉണ്ടല്ലോ, ആ ശേഷികളെ പൂർത്തീകരിക്കാനുള്ള അവസരമാണ് സ്വധർമ്മം. സ്വധർമ്മം പാലിച്ചിട്ടില്ലെങ്കിൽ ശേഷികളെല്ലാം തന്നെ വേസ്റ്റ് ആയി പോകുന്നു എന്ന് മനസ്സിലാക്കുക. നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ സ്വധർമ്മം പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ അത് നടപ്പിലാക്കി മുമ്പോട്ട്. ഈ സ്വധർമ്മം പാലിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെന്താ ചെയ്യുന്ന വെച്ചാല് അവര് ഒരിക്കലും മറ്റുള്ളവരുടെ പാത പിന്തുടരില്ല. ഇപ്പൊ ഞാൻ സ്വധർമ്മം നടപ്പിലാക്കുന്ന ഒരാളാണ്, മറ്റൊരാളുടെ പാത ഞാൻ പിന്തുടരുകയേയില്ല, ഉറപ്പാണ്. പക്ഷെ മറ്റുള്ളവരെ കേൾക്കാതിരിക്കില്ല. ഞാൻ എന്റെ ഗുരുവിന്റെ ധാരയിലാണ് പോകുന്നത്. പക്ഷെ ഇവിടെ ഞാൻ എന്റെ ആയിട്ടുള്ള ഒരു വഴിയിലാണ് പോകുന്നത്, പക്ഷെ ഗുരുധാരയിലാണ്, ആ പരമ്പരയുമായി കണ്ണു ചേർന്നാണ്. അതാണ് വേണ്ടത്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോകുള്ളൂ എന്ന് കരുതി ബാക്കി എല്ലാത്തിനും നിരാകരിക്കുക. അപ്പനും വേണ്ട, അമ്മയും വേണ്ട, നാടും വേണ്ട, നാട്ടറിവും വേണ്ട, ഗുരുവും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. മറ്റുള്ളവരെ കണ്ണുമടച്ച് പിന്തുടരുന്നതിനു പകരം സ്വധർമ്മം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നടപ്പിലാവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവരെപ്പോഴും പുതിയ ചിന്തകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും, പുതിയ സാധ്യതകൾ സൃഷ്ടിക്കുന്നവരായിരിക്കും. സ്വന്തം മൂല്യങ്ങൾക്കനുസരിച്ച് ഒരു ജീവിത ശൈലി നിർമ്മിക്കുവര്. ഈ റെസ്പോൺസീവ് ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നതായിരുന്നല്ലോ, അപ്പുറം മാറി സമൂഹം മാറുമ്പോൾ ഞാൻ മാറി.
സമൂഹത്തിന്റെ മറ്റൊരാൾ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു, അതനുസരിച്ച് ഞാൻ മാറി എന്ന് പറയുന്നത്. അതായത് ഓരോ അവസരം വരുമ്പോഴും അതിനോട് പ്രതികരിച്ചുകൊണ്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ജീവിക്കുകയല്ല വേണ്ടത്, ശരിക്കും പ്രൊവാക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതം എന്ത് വേണം എന്നുള്ളത് നിർണ്ണയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യണം, അതിലേക്ക് പോകണം. ഈ സ്വധർമ്മത്തിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെ പ്രൊവാക്റ്റീവായിട്ട് സ്വന്തം ജീവിതത്തെ സ്വന്തം മൂല്യങ്ങളാൽ പുതിയ ചിന്തകളും പുതിയ സാധ്യതകളും സൃഷ്ടിച്ച് നിർമ്മിക്കാനാവുക. സ്വധർമ്മത്തിലൂടെ പോയാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാത്തവരോ മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന ലോകത്ത് ഒരു എലമെന്റ് ആയിട്ട് ജീവിക്കും. സ്വധർമ്മത്തിലൂടെ പോകുന്ന സമയത്ത് ജീവിതം സത്യത്തിൽ സുന്ദരമാകും, ജീവിതത്തിൽ കൃത്യമായിട്ട് അർത്ഥം വരും, സന്തോഷം ഉണ്ടാവും. അവിടെ സ്വധർമ്മത്തിലൂടെ പോകുമ്പോൾ അവിടെ ചെയ്യുന്ന ജോലി അതെന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലിക്കിടയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പലതരം ബന്ധങ്ങൾ, നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ, നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ എല്ലാം ഒരു സമന്വയത്തിലായിരിക്കും. ജീവിതം എപ്പോഴും ആ സംഘർഷത്തിൽ നിന്നും സൃഷ്ടിയിലേക്ക് മാറും സ്വധർമ്മം പാലിക്കുന്ന സമയത്ത്. കാരണം അകത്തും പുറത്തും സൗന്ദര്യം വരിക. എന്താ സൗന്ദര്യം എന്ന് പറയുന്നത്? ഈ ഒപ്റ്റിമം ലെവല് കാര്യങ്ങൾ, ഒരു വ്യവസ്ഥ, അതിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ ഒപ്റ്റിമം ലെവല് സംഭവിക്കുമ്പോഴാണ് സൗന്ദര്യം വിടരുക. ആ അകത്തും പുറത്തും സൗന്ദര്യം ഉണ്ടാവും. സ്വാസ്ഥ്യം എന്ന് പറയുന്നത്, സമൃദ്ധി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഫലമായിട്ട് മാറും. അത്തരം ഈ സ്വധർമ്മവുമായിട്ട് പോകുന്ന ആളുകൾ സൃഷ്ടിക്കുന്നത് മറ്റുള്ളവരെ സ്വാധീനിക്കും. അവരുടെ യഥാർത്ഥ സൃഷ്ടി എന്ന് പറയുന്നത് ഒരിക്കലും വ്യക്തിയിൽ ഒതുങ്ങില്ല. ഒരു മനുഷ്യന്റെ ധർമ്മത്തിന്റെ പൂരണം സമൂഹത്തിന് തന്നെ പ്രചോദനമാവും. ഞാൻ എന്റെ ധർമ്മത്തെ പൂർത്തീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലനങ്ങൾ അകത്തും പുറത്തും ഉണ്ടാവുമല്ലോ, അതിന്റെ സൗന്ദര്യം അകത്തും പുറത്തും ഉണ്ടാവില്ല. ഇത് മറ്റുള്ളവർക്ക് എപ്പോഴും പ്രചോദനമായിട്ടുണ്ടാവും. അപ്പോ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ആശയങ്ങൾ പുതിയ പുതിയ ജീവിത സാധ്യതകൾ തുറക്കും. സൃഷ്ടിപരമായ ജീവിതം അനേകരെ ഉണർത്താൻ സഹായിക്കും. അതായത് പ്രകൃതി ആ ഒരാളിലൂടെ പലരെയും സ്പർശിക്കും. സ്വധർമ്മം അറിഞ്ഞ ഒരാളിലൂടെ പലരെയും സ്പർശിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ സമൂഹത്തെ മാറ്റുന്നവരാണ് പലപ്പോഴും സമൂഹത്തെ നിയന്ത്രിക്കുന്നത്. അറിയാലോ അല്ലെ? അപ്പോ ഈ സൃഷ്ടിശേഷിയുള്ള ആളുകളില്ലേ, അവർക്ക് വേറൊരു ദോഷം കൂടി ഉണ്ട്. മറ്റുള്ളവരെ പ്രതീത ലോകത്ത് പിടിച്ചിരുത്താൻ ഇവർക്ക് കഴിയും. അപ്പോ അതൊരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു അവസ്ഥ വരികയും ചെയ്യാട്ടോ, ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ അറിവും കഴിവും മോചനത്തിനും ബന്ധനത്തിനും വേണ്ടി ഉപയോഗിക്കുക, മറ്റുള്ളവരുടെ മോചനത്തിനും ബന്ധത്തിനും വേണ്ടി ഉപയോഗിക്കാം. എന്തിന്? ഈഗോ. ഇത് പറയുന്ന സമയത്ത് ഈഗോ അങ്ങ് കൂടിയെന്നിരിക്കട്ടെ, സ്വന്തം ബന്ധനത്തിന് അത് ഉപയോഗിക്കാൻ പറ്റും. ഈഗോ കുറയ്ക്കുകയാണെങ്കിൽ, ഈഗോയെ ശരിയായ വിധം കൈകാര്യം ചെയ്ത് അത് മോചനത്തിന് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ വേണമെന്നില്ല, അറിവും കഴിവും ഏത് ഡയറക്ഷനിലേക്ക്, മോചനത്തിനാണോ ബന്ധനത്തിനാണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക. നമുക്കറിയാൻ പറ്റും, നമുക്ക് അറിഞ്ഞ് നിർണ്ണയിക്കാൻ പറ്റും. അപ്പോ ഈ സ്വധർമ്മം എന്നുള്ളത് പാലിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാക്കുക, അതിന് ഈ ശേഷി ഉണ്ടായാൽ മാത്രം പോരാ, ഉത്തരവാദിത്വം വേണം. അപ്പോ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല, സ്വധർമ്മം നടപ്പിലാകുന്നതിലൂടെ നമ്മൾ കൈവരിക്കുന്നത്. അത് സാമൂഹ്യ ക്ഷേമത്തിലേക്കും അത് നയിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോ മനസ്സിലാക്കുക, സ്വധർമ്മം എന്ന് പറയുന്നത് സ്വയം കണ്ടെത്തലാണ്, സെൽഫ് റിയലൈസേഷനാണ്. സ്വധർമ്മം പിന്തുടരുക എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷന്റെ പാതയിലേക്ക് എത്തുന്നവരാണ് സ്വധർമ്മം പിന്തുടരുക. സ്വന്തം വാസന ശേഷി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സമ്പത്താണ്. അത് വേസ്റ്റാക്കി കളയരുത്. പ്രകൃതി നൽകിയ വരദാനമാണ്, അത് വേസ്റ്റാക്കി കളയരുത്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. സ്വധർമ്മം ഒരിക്കലും വിജയത്തെ ഫോളോ ചെയ്ത പോലെ അത് അവിടെയാണ് പരിപാടി, അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കണം, ഞാൻ സക്സസ് ആവണം എന്ന രീതിയിൽ പോകുന്ന ഒരു പരിപാടിയില്ല. സ്വധർമ്മം പാലിച്ചാൽ വിജയം പുറകെ വരും. മറ്റേത് പ്രഷേർഡ് റിസൾട്ടാണ്, ഇത് വാക്യൂംഡ് റിസൾട്ടാണ്. സ്വന്തം ധിഷണയെ ജീവിക്കുന്നവർക്കാണ് ഈ സ്വധർമ്മത്തിലേക്ക് എത്താൻ പറ്റുക, അവർക്കാണ് ജീവിതത്തെ സുന്ദരമാക്കാൻ പറ്റുക. അപ്പോ യഥാർത്ഥ വിജയ ജീവിതം എന്ന് പറയുന്നത് സ്വധർമ്മപൂർണമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോ തൊഴിലും സ്വധർമ്മവും തമ്മിൽ നിങ്ങൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. അത് വെച്ചിട്ട് നമുക്ക് തുടർ പാഠങ്ങളിലൂടെ പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി
ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.